Hello everyone, welcome back. ഇന്ന് നമുക്ക് CPC എക്സാമിന് കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി എന്നുള്ള സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തു. സോ ഇത് പാർട്ട് 2 ആണ്. So question number 11, if an NCD doesn't exist for a particular service or procedure performed on a Medicare patient, who determines coverage? Option A, to determine new codes under CPT, that is current procedural terminology. B, Centers for Medicare and Medicaid Services. Option C, Medicare Administrative Contractor. And D, the patient. So NCD ഇല്ലെങ്കിൽ NCD എന്ന് പറയുന്നത് നാഷണൽ കവറേജ് ഡിറ്റർമിനേഷൻ ആണ്. അതൊരു പെർട്ടിക്കുലർ സർവീസിനോ പ്രൊസീജിയറിനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആരാണ് മെഡിക്കെയർ ആ ഒരു കവറേജൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് ഡിറ്റർമൈൻ ന്യൂ കോഡ്സ് അണ്ടർ CPT ആണ്. ബി പറയുന്നത് സെൻറ്റർ ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ് സർവീസസും ഓപ്ഷൻ സിയിൽ മാക്കും ഡി പേഷ്യൻ്റ് ആണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മെഡിക്കെയർ അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രാക്ടർ ആണ്, മാക്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഈ ഒരു കവറേജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് മാക് ആണ്. ബേസ്ഡ് ഓൺ ദി ലോക്കൽ കവറേജ് ഡിറ്റർമിനേഷൻ ആണ്. ഓരോ റീജിയനിലും LCDs കാണും. സോ ആ LCD ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മെഡിക്കെയർ അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രാക്ടർ കവറേജസ് ഒക്കെ തീരുമാനിക്കുന്നത്. Question number 12, which of the following Medicare plans refers to the prescription drug benefit? Prescription drug benefit ഏത് മെഡിക്കെയർ പ്ലാൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ A, B, C, D എല്ലാ പാർട്ടുകളും തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം മെഡിക്കെയർ പാർട്ട് എയിൽ വരുന്നത് ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റൽ സ്റ്റേസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കാര്യങ്ങളാണ്. പാർട്ട് ബിയിൽ വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്, അതായത് ഔട്ട് പേഷ്യൻറ്റ് കെയർ, ഡോക്ടർ വിസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു പാർട്ട് സി എന്ന് പറയുന്നത് മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്ലാൻ ആണ്. അതായത് പാർട്ട് എയിലും ബിയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ സർവീസസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി പാർട്ട് ഡിയിലാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജ് ഒക്കെ വരുന്നത്. So ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മെഡിക്കെയർ പാർട്ട് ഡി. Question number 13, which one of the following is a commercial or private payer? A, Blue Cross Blue Shield. B, Medicare. C, Medicaid. And D, Veterans Health Administration. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫോളോയിങ് ഓപ്ഷൻസിൽ കൊമേഴ്ഷ്യൽ ഓർ പ്രൈവറ്റ് പെയർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻഷുറൻസ് പെയേഴ്സ് 2 ടൈപ്പാണുള്ളത്. ഏത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കും. നമ്മൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് ഫണ്ടഡും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പെയേഴ്സും ഉണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. ബാക്കി ബി, സി, ഡിയിൽ പറയുന്ന മെഡിക്കെയർ, മെഡിക്കേഡ് ആൻഡ് VHA എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. Question number 14, which place of service code is submitted on the claim for a service that is performed in an outpatient surgical floor? Option A 11, B 21, option C 22 and option D 24. So ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഔട്ട് പേഷ്യൻറ്റ് സർജിക്കൽ ഫ്ലോറിൽ വെച്ച് ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ, പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിന് സബ്മിറ്റ് ചെയ്യുന്ന പ്ലേസ് ഓഫ് സർവീസ് കോഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 11 എന്ന് പറയുന്നത് ഒരു ഓഫീസ് പ്രൊസീജിയറാണ്. ഓഫീസിൽ വെച്ചിട്ട് പ്ലേസ് ഓഫ് സർവീസ് ആയിട്ട് ഓഫീസ് ആണെങ്കിൽ നമ്മൾ 11 ആണ് കൊടുക്കുക. ഓപ്ഷൻ ബി 21 ഒരു ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വെച്ച് സർവീസ് കിട്ടുന്നതാണ്. ഓപ്ഷൻ സി 22 ആണ്, ദാറ്റ് ഇസ് ഔട്ട് പേഷ്യൻ്റ് ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വെച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആംബുലേറ്ററി സർജിക്കൽ സെൻറ്റർ ആണ്. യൂഷ്വലി നമ്മൾ ആംബുലേറ്ററി സർജിക്കൽ സെൻറ്ററും ഒരു ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇവിടെ ആംബുലേറ്ററി സർവീസിനുള്ള പ്ലേസ് ഓഫ് സർവീസ് കോഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട് പേഷ്യൻ്റ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഔട്ട് പേഷ്യൻറ്റിൽ നമ്മൾ 24 കൊടുക്കാറില്ല, ബിക്കോസ് അവിടെ ആംബുലേറ്ററി സർവീസ് ആയതുകൊണ്ട് തന്നെ. ഇനി അത് 22 ഉള്ളപ്പോൾ നമ്മൾ 24 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 22 ആണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സർവീസ് പ്രൊവൈഡഡ് ഇൻ ആൻ ഔട്ട് പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ സെറ്റിംഗ് ഇൻക്ലൂഡിങ് ആൻ ഔട്ട് പേഷ്യൻറ്റ് സർജിക്കൽ ഫ്ലോർ
അപ്പം ഇതാണ് പ്ലേസ് ഓഫ് സർവീസ് കോഡ് വരുന്നത്. Question number 15. Which entity offers compliance program guidance to form the basis of a voluntary compliance program for a provider practice? Option A, CMS, Centers for Medicare and Medicaid Services. Option B, American Medical Association, AMA. Option C, Office of Inspector General, OIG. Option D, Office for Civil Rights, OCR. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി കംപ്ലയൻസ് പ്രോഗ്രാമിനൊക്കെ ഈ പ്രാക്ടീസുകൾക്ക് കംപ്ലയൻസ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന എൻറ്റിറ്റി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറൽ, OIG ആണ്. അപ്പോൾ ഈ ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറൽ ആണ് പ്രോപ്പറായിട്ടുള്ള കംപ്ലയൻസ് ഗൈഡൻസ് ഒക്കെ ഈ ഒരു പ്രൊവൈഡേഴ്സിനൊക്കെ കൊടുക്കുന്നത്, ത്രൂ വിച്ച് അവർക്കൊരു വോളണ്ടറി കംപ്ലയൻസ് പ്രോഗ്രാമിനൊക്കെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവർക്ക് ഈ ഫെഡറൽ ഹെൽത്ത് കെയർ റൂൾസ് ഒക്കെ ഇല്ലേ, അതിനെയൊക്കെ ഫോളോ ചെയ്ത് ഫ്രോഡ്, അബ്യൂസ് അങ്ങനെയുള്ള പ്രാക്ടീസുകളൊന്നും ഇല്ലാതെ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ്? എ റിപ്പോർട്ടിംഗ് സർവീസ് വിത്ത് കോഡ് സപ്പോർട്ടഡ് ബൈ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ. ബി, storing orders for radiology services in the film jacket. Option C, coding for an intermediate closure whenever a simple closure is performed. Option D, having patients sign an ABN prior to a procedure that may not be covered. So ഇവിടെ ക്വസ്റ്റ്യനിൽ താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് എക്സാമ്പിൾ ഓഫ് ഫ്രോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് റിപ്പോർട്ടിംഗ് സർവീസസ് വിത്ത് കോഡ് സപ്പോർട്ടഡ് ബൈ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. അപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർ ബില്ലിംഗ് പ്രാക്ടീസ് ആണ്. ബിക്കോസ് ഇവിടെ എന്താണ് സർവീസസ് പ്രോപ്പറായിട്ട് മെഡിക്കലി ഡോക്യുമെൻ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്ത് സർവീസാണോ കിട്ടിയത് അതിന് പ്രോപ്പറായിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്ത് മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ A is not an example of fraud. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സ്റ്റോറിങ് ഓർഡേഴ്സ് ഫോർ റേഡിയോളജി സർവീസസ് ഇൻ ദി ഫിലിം ജാക്കറ്റ് ആണ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റേഡിയോളജി ഓർഡേഴ്സിന് കറസ്പോണ്ടിങ് ഫിലിമും ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. സോ ഇതിന് നമുക്കൊരു റെക്കോർഡ് കീപ്പിംഗ് ഓഫ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടീസസ് എന്ന് പറയാം. സോ ഇതും നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ് ആണ്. ഇതൊരു മോർ സോർട്ട് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ കോഡിംഗ് ഫോർ എൻ ഇൻ്റർമീഡിയറ്റ് ക്ലോഷർ വെൻ എവർ എ സിമ്പിൾ ക്ലോഷർ ഈസ് പെർഫോംഡ്. നമുക്കറിയാം സിമ്പിൾ ക്ലോഷർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ക്ലോഷർ എന്ന് പറയുന്നത് 2 ടൈപ്പിലുള്ള റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ പ്രൊസീജിയേഴ്സ് ആണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ്. സിമ്പിൾ ക്ലോഷർ പെർഫോം ചെയ്യുമ്പോഴെല്ലാം അത് ഇൻ്റർമീഡിയറ്റ് ക്ലോഷറായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എൻ ഇൻറ്റൻഷണൽ മിസ്ലീഡിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സിമ്പിൾ റിപ്പയറിനേക്കാളും കുറച്ചും കൂടി എഫേർട്ടും സർവീസും എക്സ്ട്രാ ആണ് ഇൻ്റർമീഡിയറ്റ് ക്ലോഷർ വരുമ്പോൾ. സോ അവിടെ ഹയർ പേയ്മെൻറ്റിനുള്ള സ്കോപ്പാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രോഡുലൻറ്റ് ബിഹേവിയർ ആണ്. ദിസ് ഈസ് എൻ ഡിസെപ്ഷൻ എന്നും നമുക്ക് പറയാം. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഹാവിങ് പേഷ്യൻറ്റ് സൈൻ ആൻഡ് ABN പ്രയർ ടു എ പ്രൊസീജിയർ ദാറ്റ് മേ നോട്ട് ബി കവേർഡ് ആണ്. ABN എന്ന് പറയുന്നത് അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ് ആണ്. Actually, this is a document that informs the patient that a particular service may not be covered ആണ്. ഒരു സർവീസ് ആ ഒരു മെഡിക്കെയറിൻ്റെ അണ്ടറിൽ കവർ ചെയ്യില്ലാത്തതിനെയാണ് ABN എന്ന് നമ്മൾ സൈൻ ചെയ്യിക്കുന്നത്. അതായത് ഈ ഒരു സർവീസസ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് പേഷ്യൻറ്റിന് അറിയാം എന്നുള്ള രീതിയിലാണ് ABN സൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ നോട്ട് എ ഫ്രോഡ്. സോ ABN യൂഷ്വലി ഒരു പ്രൊസീജിയറിന് മുന്നേ ആണ് സൈൻ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഇൻഫോം ദി പേഷ്യൻറ്റ് ദാറ്റ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ സർവീസ് ഒന്നും മെഡിക്കെയറിൽ എന്താണ് ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ABN സൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ലീഗൽ പ്രാക്ടീസ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കോഡിംഗ് ഫോർ ആൻ ഇൻ്റർമീഡിയറ്റ് ക്ലോഷർ വെൻ എവർ എ സിമ്പിൾ ക്ലോഷർ ഇസ് പെർഫോംഡ്. Next question number 17. The 2012 OIG work plan prioritizes which of the following topics for review? A. Dystrophic nail care. B. Lesion removal. C. E&M services during the global surgery periods. Option D. Fracture repair.
സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2012 OIG വർക്ക് പ്ലാനിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഫോർ റിവ്യൂ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിക് നെയിൽ കെയർ ആണ്. ഡിസ്ട്രോഫിക് നെയിൽ കെയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജസ് കാരണം, അതായത് ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനോ ട്രോമയോ ഒക്കെ കാരണം നെയിലിന് എന്തെങ്കിലും ഡാമേജ് വന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഡിസ്ട്രോഫിക് നെയിൽ കെയർ വരുന്നത്. ബട്ട് ഇത് 2012 OIG വർക്ക് പ്ലാനിൽ വന്നിട്ടുള്ള ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. സോ ഓപ്ഷൻ ബി പറയുന്നത് ലീഷൻ റിമൂവൽ ആണ്, വിച്ച് ഇൻവോൾവ്സ് ദി സർജിക്കൽ റിമൂവൽ ഓഫ് അബ്നോർമൽ ആയിട്ടുള്ള സ്കിൻ ഗ്രോത്ത് അല്ലെങ്കിൽ ലീഷൻസ് ആണ്. ബട്ട് ഇതും 2012 OIG വർക്ക് പ്ലാനിൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഓഫ് റിവ്യൂ ഒന്നും ആയിരുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി ഇയാനം സർവീസസ് ഡ്യൂറിങ് ദി ഗ്ലോബൽ സർജറി പീരീഡ്സ് ആണ്. ദിസ് വേർ എ കീ ഫോക്കസ് ഓൺ ദി 2012 OIG വർക്ക് പ്ലാൻ. സോ ഗ്ലോബൽ സർജറി പാക്കേജ് ഇൻക്ലൂഡ്സ് ഓൾ നെസസറി സർവീസസ്. അതായത് നോർമലി ഒരു സർജൻ പെർഫോം ചെയ്യുന്ന, അതായത് സർജറിക്ക് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയറിൽ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ OIG 2012 OIG വർക്ക് പ്ലാനിൽ ഒരു പെർട്ടിക്കുലർലി അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നത് ഇസ് ടു എൻഷ്യൂർ ദാറ്റ് പ്രൊവൈഡേഴ്സ് വെയർ നോട്ട് improperly billing for EANM services separately when they should have been included in the global surgery payment. ഗ്ലോബൽ സർജറി പേയ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെ സെപ്പറേറ്റ്ലി EANM സർവീസസിനെ സെപ്പറേറ്റ്ലി സർജൻസ് റിപ്പോർട്ട് ചെയ്യാതെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ആയിരുന്നു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ സർജിക്കൽ പീരീഡിൽ വരുന്ന അല്ലെങ്കിൽ സർജറി പീരീഡിൽ ഇൻക്ലൂഡഡ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും സെപ്പറേറ്റ്ലി ബില്ല് ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള ബില്ലിംഗ് ആണെന്നൊക്കെ എൻഷ്യൂർ ചെയ്യുന്നതായിരുന്നു മെയിൻ ടോപ്പിക് ഓഫ് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ഫ്രാക്ചർ റിപ്പയർ ആണ്. സോ ഈ ഫ്രാക്ചർ റിപ്പയർ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ബോൺസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ബട്ട് അതും 2012 ഒരു ടോപ്പിക് ഓഫ് റിവ്യൂ ഒന്നും ആയിരുന്നില്ല. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ സി EANM സർവീസസ് ഡ്യൂറിങ് ദി ഗ്ലോബൽ സർജറി പീരീഡ്. Question number 18. Which act was enacted as part of American Recovery and Reinvestment Act of 2009 and affected privacy and security? Option A HIPAA, option B HITECH, option C SSA, option D PPAC. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അമേരിക്കൻ റിക്കവറി ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട് പ്രകാരം 2009 വന്നിട്ടുള്ള ആക്ട് ഏതാണ്, വിച്ച് അഫക്റ്റഡ് ദി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ്. ഇത് ഇനാക്റ്റഡ് ആയിട്ടുള്ളത് 1996 വിച്ച് ഇസ് എ ഫൗണ്ടേഷണൽ ലോ ആണ്. ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് വന്നതാണ് HIPAA എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഹൈടെക് ആണ്. ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ എക്കണോമിക് ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് ആണ്. ഇതാണ് ആസ് പാർട്ട് ഓഫ് അമേരിക്കൻ റിക്കവറി ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട് 2009 വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഹൈടെക് ആക്ടിന് ഒരു പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇമ്പാക്റ്റ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് HIPAA വരുത്താൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഹൈടെക് മെയിനായിട്ട് എക്സ്പാൻഡഡ് ദ സ്കോപ്പ് ഓഫ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. ഓൾറെഡി HIPAA റൂള് വന്നിട്ടുള്ളത് തന്നെ ഹെൽത്ത് ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ, മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒക്കെ പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഹൈടെക് റൂള് അതിന് ഒന്നുകൂടി സെക്യൂർ ആൻഡ് പ്രൈവറ്റ് ആക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ സി SSA ആണ്, ദാറ്റ് ഇസ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ആണ്. അത് വന്നത് 1935 മെയിനായിട്ട് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അതായത് ഹെൽത്ത് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസൊക്കെയാണ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ ഡിയിൽ വരുന്നത് PPACA, പേഷ്യൻ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അഫോർഡബിൾ കെയർ ആക്ട് ആണ്. ഇത് 2010 വന്നിട്ടുള്ളത്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ റീഫോം ആൻഡ് എക്സ്പാൻഡിങ് ആക്സസ് ടു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹൈടെക് ആണ്. ഹൈടെക് ആണ് 2009 അമേരിക്കൻ റിക്കവറി ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ളൊരു ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ബെനിഫിറ്റ് ഓഫ് ഇലക്ട്രോണിക് ക്ലെയിം സബ്മിഷൻ?
ഓപ്ഷൻ എ പ്രൈവസി ഓഫ് ക്ലെയിംസ്, ബി സെക്യൂരിറ്റി ഓഫ് ക്ലെയിംസ്, സി ടൈംലി സബ്മിഷൻ ഓഫ് ക്ലെയിംസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് ക്ലെയിം സബ്മിഷൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ പ്രൈവസി ഓഫ് ക്ലെയിംസ് ആണ്. സോ ഇലക്ട്രോണിക് ക്ലെയിംസ് എന്ന് പറയുന്നത് പ്രൈവസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഇലക്ട്രോണിക്കലി ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് പ്രൈവസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തിരിക്കും, അല്ലാതെ ഏത് മെത്തേഡിലാണ് സബ്മിഷൻ എന്നല്ല. ഇപ്പോൾ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അത് പബ്ലിഷ് ചെയ്താൽ അത് പ്രൈവറ്റ് ആയിരിക്കില്ല. സോ ഇലക്ട്രോണിക് ക്ലെയിം സബ്മിഷൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റാണ് പ്രൈവസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതല്ലാത്ത സബ്മിഷനിലും പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ സെക്യൂരിറ്റി ആണ്. സെക്യൂർ ആണ് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് പ്രോപ്പറാണോ എന്ന് നമുക്ക് കറക്റ്റ്ലി, അതായത് ഈ ഒരു ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് സെക്യൂർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊക്കെ പറയുന്നത് ഓരോ പ്രോട്ടോകോൾസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്, സിസ്റ്റം റൂൾസൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ അത് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു പ്രൈവസി ഉണ്ടാവുള്ളൂ, സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ ടൈംലി സബ്മിഷൻ ഓഫ് ക്ലെയിംസ് ആണ്. സോ അത് ഒരു പ്രോപ്പർ ബെനിഫിറ്റ് ഓഫ് ഇലക്ട്രോണിക് ക്ലെയിം സബ്മിഷൻ ആണ്. ബിക്കോസ് നമുക്ക് ക്വിക്ക്ലി ഒരു പേപ്പർ ക്ലെയിമിനേക്കാളും ക്വിക്കായിട്ടും അതുപോലെ തന്നെ ടൈം റെഡ്യൂസ് ചെയ്തൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പേപ്പറിൽ ക്ലെയിം സബ്മിറ്റ് ചെയ്ത് അത് ഇൻഷുറൻസ് ഏജൻസിൻ്റെ അടുത്ത് എത്തുന്നതിലും ഈസിയാണ് നമുക്ക് ഇലക്ട്രോണിക്കലി ക്ലെയിം സബ്മിഷൻ എന്ന് പറയുന്നത്. സോ അതൊരു ഫാസ്റ്റർ വേ ഓഫ് റീഇംബേഴ്സ്മെൻ്റ് ആണ്. സോ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ നൺ ഓഫ് ദി എബവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റോങ് ആൻസർ ആണ്. Question number 20. Which provider is not a mid-level provider? Option A physician assistant, option B anesthesiologist, option C nurse practitioner, option D all choices are mid-level providers. So ഇവിടെ ചോദിച്ചിട്ടുള്ളത് who is not a mid-level provider എന്നാണ്. സോ ഓപ്ഷൻ എയിൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണ്. ഈ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇസ് എ മിഡ് ലെവൽ പ്രൊവൈഡർ. അതായത് ഒരു ഫിസിഷ്യന് സിമിലർ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, അതായത് ഡയഗ്നോസിങ്, ട്രീറ്റിംഗ് പേഷ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ആസ് എ ഫിസിഷ്യൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അസിസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആളെ ഒരു മിഡ് ലെവൽ പ്രൊവൈഡറായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓപ്ഷൻ ബി അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ ആണ് ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ അനസ്തീഷ്യ. അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ് മെഡിസിനിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റ് ഒരു മിഡ് ലെവൽ പ്രൊവൈഡർ അല്ല, റാദർ ദേ ആർ എ ഫുള്ളി ക്വാളിഫൈഡ് ഫിസിഷ്യൻസ് ആണ്. അവരൊരു ഫുള്ളി ക്വാളിഫൈഡ് ആണ്, അവരെ നമുക്ക് മിഡ് ലെവലിൽ നിർത്താൻ പറ്റില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ സി നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ദേ ആർ എ മിഡ് ലെവൽ പ്രൊവൈഡർ. അതായത് അവർക്ക് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, അതുപോലെ പേഷ്യൻ്റ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഹെൽത്തിലൊക്കെ ഫോക്കസ് ഉണ്ടെങ്കിലും അവർ അത്ര നമ്മുടെ ഫിസിഷ്യൻ്റെ അത്രയും ക്വാളിഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ദേ ആർ എ മിഡ് ലെവൽ പ്രൊവൈഡർ. ഇനി ഓപ്ഷൻ ഡിയിൽ ഓൾ ചോയ്സസ് ആർ മിഡ് ലെവൽ പ്രൊവൈഡർ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റോങ്. ബിക്കോസ് ഓപ്ഷൻ ബിയിൽ അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ പ്രൊവൈഡർ അല്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഇനി പറയാനുള്ളത്, ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എയ്തർ എനിക്ക് മെയിൽ ചെയ്യുക, medcode0907@gmail.com ആണ് മെയിൽ ID വരുന്നത്. അതല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വരുന്നത്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.